നമസ്കാരം. ഇറാനെതിരായ സൈനിക നീക്കങ്ങളിൽ അതിവേഗ വിജയ സ്വപ്നം കണ്ടാണ് അമേരിക്കയും ഇസ്രായേലുമൊക്കെ പശ്ചിമേഷ്യയിലേക്ക് യുദ്ധത്തിനായി ഇറങ്ങുന്നത്. എന്നാൽ അത്ര പ്രതീക്ഷിച്ചതുപോലെ വളരെ പെട്ടെന്ന് ഇറാനെ കീഴടക്കാമെന്ന് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ഇറാൻ തിരിച്ചടിച്ചു. അത്യാധുനിക ആയുധബലവുമായി എത്തിയ ലോകശക്തിയായ അമേരിക്കയെ തദ്ദേശീയമായ പ്രതിരോധ തന്ത്രങ്ങൾ കൊണ്ട് ഇറാൻ മുട്ടുകുത്തിക്കുന്ന കാഴ്ചയാണ് നിലവിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. സത്യത്തിൽ ഇറാന്റെ പോരാട്ട വീര്യം അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതായൊരു വായന കൂടിയുണ്ട്. ചരിത്രത്തിലെ മറ്റൊരു വിയറ്റ്നാം ദുരന്തത്തിലേക്കാണോ US നീങ്ങുന്നതെന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയതും രൂക്ഷവുമായ പോരാട്ടങ്ങളൊന്നായിരുന്നു വിയറ്റ്നാം യുദ്ധം. 1955 മുതൽ 75 കാലഘട്ടത്തിൽ നടന്നതാണ്. ശീതയുദ്ധകാലത്ത് കമ്മ്യൂണിസ്റ്റ് ശക്തികളും മുതലാളിത്ത ശക്തികളും തമ്മിലുള്ള നിഴൽ യുദ്ധമായാണ് ഇത് അറിയപ്പെട്ടത്. വടക്കൻ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിലായിരുന്നു, സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും പിന്തുണയോടെ. തെക്കൻ വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിരുന്നു, അത് അമേരിക്കയുടെ പിന്തുണയോടെയാണ്. ഗറില്ല യുദ്ധമുറകൾ വടക്കൻ വിയറ്റ്നാമിൽ നിന്നും തെക്കൻ വിയറ്റ്നാമിലേക്ക് ആയുധങ്ങളും സൈനികരെയും എത്തിക്കാൻ വനത്തിലൂടെയുള്ള അതിരൂക്ഷമായ പാതകൾ ഉപയോഗിച്ചും വിയറ്റ്നാമിലെ നിബിഡ വനങ്ങളും ചതുപ്പുകളും അമേരിക്കൻ സൈനികർക്ക് പരിചിതമാവാത്ത അവസ്ഥയും അമേരിക്കയ്ക്കുള്ളിൽ തന്നെ യുദ്ധത്തിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാവുന്നതടക്കമുള്ള നിരവധി കാരണങ്ങൾ കൊണ്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ തോറ്റുപോവുകയുണ്ടായത്. വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്ക നേരിട്ട അതേ പ്രതിരോധ തന്ത്രമാണ് ഇറാനും ഇപ്പോൾ പുറത്തെടുക്കുന്നത്. അത്യാധുനികമായ കോടികൾ വിലമതിക്കുന്ന അമേരിക്കൻ മിസൈലുകളെ നേരിടാൻ ഇറാൻ ഉപയോഗിക്കുന്നത് വളരെ വില കുറഞ്ഞ കാമിക്കാസെ ഡ്രോണുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലക്ഷങ്ങൾ മാത്രം വിലയുള്ള ഓരോ ഇറാനിയൻ ഡ്രോണിനെയും തകർക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ചെലവാകുന്നത് കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളാണ്. വെറും 3 ആഴ്ചത്തെ പോരാട്ടം കൊണ്ട് തന്നെ അമേരിക്കയുടെ ഇന്റർസെപ്റ്റർ ശേഖരത്തിൽ വൻ കുറവുണ്ടായതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇനി ഇറാന്റെ വശത്തേക്ക് നോക്കുക. ഇറാന്റെ നാവികസേന അമ്പേ ദുർബലമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ദുർബലമാണ്. കരമാർഗമുള്ള ആക്രമണത്തിലാണെങ്കിൽ ഇറാന്റെ പക്ഷം വലിയൊരു സൈനിക വ്യൂഹം ഉണ്ട് താനും. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 ആഴ്ചയോളം നീണ്ടു നിന്നിട്ട് പോലും ഇറാൻ പ്രതിരോധിക്കുന്നുണ്ട്. മാത്രമല്ല, അവർ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനോ പുതിയൊരു ഭരണകൂടത്തെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായ രീതിയിലുള്ള ജനാധിപത്യ സർക്കാരിനെയോ അംഗീകരിക്കാനും അവർ തയ്യാറാവുന്നില്ല. മാത്രമല്ല, ഏറ്റവും അടുത്തിറക്കിയ ഇറാന്റെ ഒരു വീഡിയോ ഉണ്ട്. അവരുടെ കരുതൽ ശേഖരമായി ഇനിയും ആയുധങ്ങളുണ്ട് എന്നും നിങ്ങൾ കണ്ടതൊരു മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നും ഇനിയും ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ആയുധ ശേഖരം അമേരിക്കയുടെ പക്ഷത്തു നിന്ന് കുറവുണ്ടാവുകയും ഇറാന്റെ കരുതൽ ശേഖരം ഇനിയും ഉണ്ട് എന്ന് അവർ പറയുകയും ചെയ്യുന്ന സമയത്തും ഇറാന്റെ പ്രതിരോധത്തെ നമ്മൾ അത്ര വില കുറച്ച് കാണേണ്ടതില്ല എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയാണ്. അമേരിക്കയുടെ സഖ്യശക്തികളാണ് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം. ഇറാന്റെ കരുതൽ ശേഖരമായി ഇനി ആയുധങ്ങൾ ഉണ്ടാവുകയും ഇറാൻ അമേരിക്കയോടുള്ള പ്രതിരോധം എന്ന രീതിയിൽ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ട്, അസ്വസ്ഥതയുണ്ട്. അമേരിക്ക സംരക്ഷണം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ US-ന്റെ കഴിവിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. വൻതോതിൽ പണം ചെലവാക്കിയിട്ടും തങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല എന്ന വികാരം ഈ രാജ്യങ്ങൾക്കിടയിൽ ശക്തമാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും അവർ ഒരു പ്രതിസന്ധിയിലാണ്. നാറ്റോ ഉൾപ്പെടുന്ന സഖ്യശക്തികളും 22 രാജ്യങ്ങളും അമേരിക്കയ്ക്കൊപ്പം സംയുക്തമായി ഇറാൻ ഈ ഹോർമൂസിനെ ബന്ധിയാക്കി വെക്കുന്ന അവസ്ഥക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ്. മാത്രമല്ല, ആകെ 35 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്കിൽ വൻ കപ്പൽപ്പടയുമായി ഇറാനെ നേടുകയ്ക്ക് അസാധ്യമാണ്. പ്രദേശത്തെ നിയന്ത്രണം പൂർണ്ണമായും ഇറാന്റെയും അവർക്കൊപ്പം നിൽക്കുന്ന ഒമാന്റെയും കൈകളിലാണ്. ഇതിനൊക്കെ പ്രധാനമായും ഇറാനെ ആക്രമിക്കാനുള്ള ട്രംപിന്റെ ആഹ്വാനം യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ സഖ്യകക്ഷികളുമൊക്കെ അതിലേക്ക് വരുന്നൊരു സാഹചര്യമുണ്ട്. പല രാഷ്ട്രങ്ങളും പക്ഷേ ഇറാനോട് നേരിട്ട് യുദ്ധത്തിനില്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ ഭരണകൂടത്തിന് പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട്. ഇറാനെ തകർക്കുക എന്നുള്ളതായിരുന്നു തീർച്ചയായിട്ടും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആവശ്യം. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി വന്നത് ഒരു പക്ഷേ അവർ അപ്രതീക്ഷിതമായി അവരുടെ മുന്നിലേക്ക് വന്നൊരു വെല്ലുവിളി എണ്ണ വിതരണമാണ്. എണ്ണ വിതരണം പുനഃസ്ഥാപിക്കാൻ ഹോർമൂസിലെ ഗതാഗതം എങ്ങനെ സുഗമമാക്കാം എന്നതിലേക്കാണ് അമേരിക്കയുടെ ശ്രദ്ധ മാറുന്നത്. മാത്രമല്ല, ഇറാന്റെ പ്രധാനപ്പെട്ട എണ്ണ പ്ലാന്റുകളെ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുന്നുണ്ട്. തിരിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളെ കേന്ദ്രീകരിച്ച്, പ്രകൃതിവാതക പ്ലാന്റുകളെ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തുമ്പോൾ അതും ലോകത്തിന്റെ എണ്ണ വിപണിയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈനിക ബലം ഉണ്ട് അമേരിക്കയ്ക്ക് എന്നുള്ളത് കൊണ്ട് മാത്രം യുദ്ധം ജയിക്കാൻ സാധിക്കുമെന്നൊരു ആശങ്ക ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു വിയറ്റ്നാമാണോ ആവർത്തിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്.